കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ തൊലിയുടെ അടിയിൽ വെക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഞാൻ പലരോടും ചോദിച്ചത് അവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു സബ്ഡെർമൽ ഇംപ്ലാന്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഇംപ്ലനോൺ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. വളരെ അപൂർവമായ റയറായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മളെ വെളിയിലത്തെ രാജ്യങ്ങളായ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ഇത് ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു റോഡാണ്, ചെറിയൊരു പ്ലാസ്റ്റിക് റോഡാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു ആപ്ലിക്കേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സാധ്യത നമ്മുടെ അപ്പർ ആമിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്ത് വലിയ ആശുപത്രിവാസമൊന്നും വേണ്ട, നമ്മളത് OP പ്രൊസീജിയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ലോക്കൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ഇത് ആപ്ലിക്കേറ്റർ സാധ്യത ഇത് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻസേർട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനൊരു കോൺട്രാസെപ്റ്റീവ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 3 yearsനാണ് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റൻസി. 3 വർഷത്തേക്ക് ഇത് നമുക്ക് കോൺട്രാസെപ്റ്റീവ് കപ്പാസിറ്റി കൊടുത്തോളും. പിന്നെ സൈഡ് എഫക്റ്റ് ഒക്കെ വളരെ മിനിമലാണ്. ഇപ്പോൾ ചില പേഷ്യൻസ് ഇറഗുലർ ബ്ലീഡിങ്, ബ്രസ്റ്റ് പെയിൻ, അക്കിനി അതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ ടീ അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ്, മെറീന അങ്ങനെയുള്ള മെത്തേഡ്സൊക്കെയാണ് സാധാരണ നമ്മൾ കോൺട്രാസെപ്റ്റീവ് അല്ലെങ്കിൽ കോണ്ടംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കോപ്പർ ടീ ഇടുന്നതിനും മെറീന ഇടയ്ക്കാനൊക്കെ ചിലപ്പം ഹോസ്പിറ്റലിൽ പോയി കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിൻ്റെ ആ പെയിൻഫുൾ പ്രൊസീജിയറാണെന്നൊക്കെ ഒത്തിരി ആൾക്കാർക്ക് പേടിയുണ്ട്. അതിനൊക്കെ മോശത്തെ ആൾക്കാർ റിലക്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു മെത്തേഡ് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രീലി അവൈലബിലിറ്റി ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ കമ്മിങ് മാസങ്ങളിൽ അല്ലെങ്കിൽ സബ്സിക്വൻ്റായിട്ട് കൂടുതലായിട്ട് അവൈലബിൾ ആവണമെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്തതിന് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഈ ഹെൽത്ത് കെയർ വർക്കർമാർക്കും ഡോക്ടർമാർക്കും.